ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനങ്ങൾ ഒരു ഭവനം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ ഇടയിലും അതുപോലുള്ളവരെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. പല വഴികൾ ശ്രമിച്ചിട്ടും പല അപേക്ഷകൾ സമർപ്പിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള സഹായമോ സഹകരണമോ ലഭിക്കാത്തവരെയും നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ആശ്രിതർ ഇല്ലാത്തവർക്കും ഭവനമില്ലാത്തവർക്കുമായി ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ ഫാദർ ജിജോ കുര്യൻ എന്ന വ്യക്തി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘമാണ് നിലവിൽ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു വരുന്നത്. 4 മുതൽ 5 ലക്ഷം രൂപ ചിലവിലാണ് ഭവനം നിർമ്മിച്ചു നൽകുന്നത്. ഒരു റൂമും ഒരു ഹാളും കിച്ചണും എന്ന നിലവാരത്തിലാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. നിലവിൽ നമുക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ഭവനം നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ ലഭിക്കുന്നുണ്ട്. പലർക്കും ഇത് ലഭിച്ചിട്ടും ലഭിച്ച പൈസ തികഞ്ഞില്ല എന്ന വാദം നമുക്ക് ഒരുപാട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുപോലും ലഭിക്കാതെ അതെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ ഒരു ചെറിയ വീടെങ്കിലും നിർമ്മിച്ച് അതിൽ താമസിക്കാം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ പോലെയുള്ള വളരെ സാധാരണക്കാർക്കായിട്ടാണ് ഗവൺമെന്റും ഇതുപോലുള്ള സാധാരണ ചാരിറ്റി പ്രവർത്തകരും ഭവനം നിർമ്മിച്ചു നൽകാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ഫാദർ ജിജോ കുര്യൻ ഇതുപോലെ ഒരു സങ്കടം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നാണ് ഇതുപോലെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയത്. തുടക്കത്തിൽ ഇതിനെപ്പറ്റി കൂടെയുള്ളവരോട് ചർച്ച ചെയ്യുകയും അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച സപ്പോർട്ടിനെ തുടർന്ന് ഓരോ സ്ഥലങ്ങളിലായി ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ലഭിക്കുന്ന അപേക്ഷകളെ തുടർന്നാണ് നിലവിൽ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. അപേക്ഷകൾ ലഭിച്ചതിനു ശേഷം അപേക്ഷ നൽകിയ വ്യക്തിക്ക് ഇതിന് അർഹതയുണ്ടോ എന്ന് തീർച്ചയായും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഭവന നിർമ്മാണത്തിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ മുന്നിട്ടിറങ്ങുന്നത്. ഭവനം നിർമ്മിച്ച് നൽകിക്കഴിഞ്ഞ് യാതൊരുവിധ പ്രൊമോഷൻ ആക്ടിവിറ്റീസും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതല്ല. ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാതിലിന് മുമ്പിലായി അവർ സ്ഥാപിച്ച ഒരു പൂട്ടും അതിന്റെ താക്കോലും മാത്രമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഭവനം തുറന്ന് അകത്ത് കയറി താമസം തുടങ്ങാവുന്നതാണ്. ഇതൊരു ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്, അല്ലാതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ഭവനം നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം തീർച്ചയായും ദയനീയമാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ്. ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അർഹതയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. നിങ്ങളുടെയും ഭവനമെന്ന സ്വപ്നം പൂവണിയട്ടെ. താങ്ക് യു.